അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1393, സൂറത്ത് യൂസുഫ് 93. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. اذهبوا بقميصي هذا, ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോവുക, എന്നിട്ട് ഫൽഖൂഹു അലാ വജ്ഹി അബി, എന്റെ ഉപ്പായുടെ മുഖത്തിടുക. യഅതി ബസീറ, എന്നാൽ ഉപ്പ കാഴ്ചയുള്ളവരായി വരും. വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, എന്നിട്ട് നിങ്ങൾ കുടുംബസമേതം എന്റെ അടുത്തേക്ക് വരിക എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഞങ്ങളുടെ സഹോദരനാണെന്നും ഞങ്ങൾ പണ്ട് കൊല്ലാക്കൊല ചെയ്ത ആളാണെന്നും ഒക്കെ ജ്യേഷ്ഠന്മാർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ അവർ സ്വാഭാവികമായും വല്ലാത്ത പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായി. കാരണം ഞങ്ങൾ ജീവിതകാലത്ത് മുഴുവനും കണ്ണീര് കുടിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്ത യൂസുഫ് ഇന്നിതാ ഈ നാട്ടിന്റെ അധികാരത്തിന്റെ ഏറ്റവും ഉന്നതമായ സോപാനത്തിൽ വിരാജിക്കുകയാണ്. ഇவ்விധം ഞങ്ങളെ അദ്ദേഹം തിരിച്ചറിയുമ്പോൾ പ്രതികാരത്തിന്റെ വല്ല ശൈലിയുമായി മുന്നോട്ട് വന്നേക്കുമോ? പട്ടാളക്കാരെ കൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ പിടിപ്പിച്ച് ജീവിതകാലം മുഴുവനും ജയിലിലിടിക്കാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ പണ്ടു ഞങ്ങൾ പീഡിപ്പിച്ചതിന് പകരം ചോദിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തിയേക്കുമോ എന്ന ഭയം അവരുടെ മനസ്സിൽ വന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവർ സമസ്താപരാധം പറയുകയാണ്. യൂസുഫെ, നിങ്ങളെ അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ഞങ്ങളാവട്ടെ അങ്ങേയറ്റം അബദ്ധം ചെയ്തവരും ഒരുപാട് പിഴവുകൾ സംഭവിച്ചവരുമായിരിക്കുന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്നവർ പറഞ്ഞു. സ്വാഭാവികമായും ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന ഒരു ഉൾവിളി കൂടി അവരുടെ ആ വാക്കിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അത് വായിച്ചറിഞ്ഞുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. നിങ്ങൾക്ക് ബോധമില്ലാത്ത സമയത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അതേപോലെ ഇന്ന് ഞാനും നിങ്ങളോട് ചെയ്താൽ ഞാനും നിങ്ങളും തമ്മിൽ എന്തു വ്യത്യാസം? അതുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്തു പോയത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യം വന്നു, സന്തോഷം. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കതൊക്കെ പുറത്തു തരും, അവൻ ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സഹോദരങ്ങളുടെയും ഇടയിലുള്ള ആ മഞ്ഞുരുക്കം നടന്നതിന് ശേഷം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇക്കാക്കമാരോട് ചോദിക്കുകയാണ്, അല്ല, എന്താണ് ഉപ്പായുടെ വർത്താനം? ഞാൻ അവിടുന്ന് പോന്നതിന് ശേഷം, പ്രത്യേകിച്ചും ബിന്യാമീനെ കൂടെ നഷ്ടപ്പെട്ടതിന് ശേഷം വാപ്പാന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് അന്വേഷിച്ചു. അപ്പൊ അവർ പറഞ്ഞു, വാപ്പ നിങ്ങളെ കാണാതായത് മുതൽ തന്നെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങൽ നന്നായി ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. ബെന്യാമീനെ കൂടെ നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കുകയും കരച്ചിലിന്റെ ആ ഗൌരവം കൂടുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് വാപ്പാക്ക് കണ്ണിന്റെ കാഴ്ച കുറവുണ്ട് അല്ലെങ്കിൽ മങ്ങലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണിന്റെ കാഴ്ചയുടെ മങ്ങലിന് സൊല്യൂഷൻ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് കൊടുത്തയക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ആയത്തിൽ 93-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതെന്താണ്? ഇദ്ഹബൂ ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോവുക. എന്റെ ഈ കുപ്പായം. അപ്പൊ എന്റെ കുപ്പായം എന്നതാണ് അതിന്റെ പ്രത്യേകത. അതേതെങ്കിലും ഒരു കുപ്പായമല്ല. രണ്ട് സാധ്യതയാണ് അവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. ഒന്ന്, ആ കുപ്പായം പാരമ്പര്യമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് കൈമാറി വന്നിരുന്ന അങ്ങേയറ്റം മഹത്വമുള്ള ഒരു കുപ്പായമാണത് എന്നാണ് ഒരു പക്ഷം.
അല്ല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം സാധാരണ ധരിച്ചിരുന്നൊരു കുപ്പായമാണ് എന്നാണ് മറ്റൊരു പക്ഷം. ഈ രണ്ടു പക്ഷത്തെയും പ്രമുഖം അതാണ് പ്രബലമായ അഭിപ്രായം എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളും ഒരുപാടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ധരിച്ചുകൊണ്ടിരുന്നൊരു കുപ്പായമാണ് അത് എന്നാണ് ഒരു പക്ഷത്തിന്റെ പ്രബലമായ അഭിപ്രായം. മറ്റൊരു പക്ഷം അതല്ല പ്രബലം, മറിച്ച് ആ കുപ്പായം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പായമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തയച്ച ഒരു കുപ്പായമാണത്. ആ കുപ്പായം തീക്കുണ്ടാരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ധരിപ്പിക്കുകയും പിന്നീട് തീക്കുണ്ടാരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും ആ കുപ്പായം തന്റെ കയ്യിൽ ഉണ്ടാവുകയും തനിക്ക് ശേഷം ആ കുപ്പായം മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൽകുകയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ആ കുപ്പായം തന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കൈമാറുകയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരു നിർണായകമായ ഘട്ടത്തിൽ ആ കുപ്പായം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്നാൽ അത് കുപ്പായം മടക്കിയിട്ട് പരമാവധി ചെറുതാക്കി ഒരു പ്രത്യേകമായിട്ടുള്ള വെള്ളിയുടെ കൂടുണ്ടാക്കി ആ കൂടിനകത്ത് ആ കുപ്പായം നിക്ഷേപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അത് കെട്ടിക്കൊടുത്തത്? അത് കെട്ടിക്കൊടുത്തിരുന്നത് കണ്ണേർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ബാധിക്കാതിരിക്കാൻ. ഓഹോ, അപ്പോ ഏലസ് കെട്ടിയാൽ കണ്ണേറ് ബാധിക്കാതിരിക്കാനുള്ള ബറക്കത്തിന്റെ സാധനങ്ങളൊക്കെ കണ്ണേറ് ബാധിക്കാതിരിക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടെ ധരിക്കുന്നത് ശിർക്കൊന്നുമല്ല എന്നിപ്പോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണ് എന്ന് മനസ്സിലായി. ഇത് എന്റെ വക പറഞ്ഞതല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിലും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും ഒക്കെ ഇത് വസ്തുതാപരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖാസിം റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും അങ്ങനെ ധാരാളം മുഫസ്സിറുകൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം. ഒരു ഒറ്റ സംഗതി മാത്രം ഞാൻ പറയാം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, കാന യൂസുഫ് അലൈഹി ഇസ്ലാം ആയിരുന്നു അഅലമ ബില്ലാഹി മിന്നയഅലമ അന്ന ഖമീസഹു യറുദ്ദു അലാ യാഖൂബ ബസറഹു. ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുന്നവൻ, അല്ലാതെ തന്റെ കുപ്പായമല്ല എന്ന് നന്നായി അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അതായത് ഏതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ആ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് നന്നായി അറിയുന്ന ആളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. എന്നിട്ടും കുപ്പായം കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസത്തിനെതിരല്ല എന്നതാണ്. നോക്കൂ, എത്ര വ്യക്തമായിട്ടാണ് ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ഒരു വസ്തുത മനസ്സിലാക്കാത്തതിന്റെ പേരിൽ മാത്രം നമ്മുടെ എത്ര മാലകളെയും മൗലിദുകളെയുമാണ് ചിന്താശേഷി കുറഞ്ഞ സഹോദരങ്ങൾ വിമർശിക്കുകയും കണ്ടോ ഇതൊക്കെ ചെയ്യണത് അള്ളാഹുവാണ്, എന്നിട്ട് ഈ മാല പാടി നോക്കിയാൽ ഇതൊക്കെ ഇവരാ ചെയ്യണതെന്നാ മനസ്സിലാവണത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അപ്പോൾ അത് ഖുർആൻ പച്ചയായിട്ട് പറഞ്ഞല്ലേ, ഇദ്ഹബു ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോകൂ, എന്നിട്ട് ഫൽഖൂഹു അലാ വജ്ഹി അബി, എന്റെ ഉപ്പാന്റെ മുഖത്ത് അത് ഇടൂ. എന്റെ ഉപ്പാന്റെ മുഖത്ത് ആ കുപ്പായം ഇട്ടാൽ യത്തി ബസീറ, ഉപ്പ കാഴ്ചയുള്ള ആളായിട്ട് തിരിച്ചു വരും. ഇവിടെ പല വിധത്തിലുള്ള യുക്തിവാദി ചോദ്യങ്ങളുമായിട്ട് പലരും രംഗത്ത് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കണ്ണിന്റെ ഹോസ്പിറ്റലൊന്നും ഇനി വേണ്ടല്ലോ, കണ്ണ് ഡോക്ടർമാരൊന്നും ഇനി വേണ്ടല്ലോ, ഒരു കുപ്പായം കയ്യിൽ പിടിച്ചാൽ പോരെ എന്ന യുക്തിവാദം. മതയുക്തിവാദികൾ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള പല ചരിത്രങ്ങൾക്ക് നേരെയും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച് അവസാനം ആ ചോദ്യകർത്താക്കൾ അങ്ങനെ അവരുടെ ചോദ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മതത്തിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് തന്നെ യുക്തിവാദം ഉന്നയിക്കുന്ന അവസ്ഥ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ സംരക്ഷിച്ചു തരട്ടെ. ഞാനിത് ഇത്രയും ഗൌരവത്തിൽ സൂചിപ്പിക്കുന്നതിന്റെ കാരണം ഇவ்விധത്തിൽ ബിദ്അത്തുകാരുടെ വസ്വാസിൽ ചെന്നുപെട്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ട് അതങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് ഇസ്ലാമിന്റെ പുറത്ത് ചാടി ഇസ്ലാമിനെ 100% ഇസ്ലാം ശരിയല്ല എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നത്. മതയുക്തിവാദികൾ വാസ്തവത്തിൽ പുറത്തുള്ള യുക്തിവാദികൾക്ക് ഏറ്റവും വലിയ ഏണി വെച്ചു കൊടുക്കുന്നവരാണ് എന്ന വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയാനാണ്. ഞാൻ എന്റെ വകയും പറയുന്നതല്ല ഇതൊന്നും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം യുക്തിവാദത്തിലേക്ക് ചേക്കേറിയിട്ടുള്ള മുസ്ലിം പേരുള്ള ആളുകൾ
അവര് പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്തരം ഒരു വാദത്തിലേക്ക് വേദി തുറന്നു തന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നത് ഞങ്ങൾ വായിച്ച ചില ഈ ബിദഅകളുടെ ഖുർആൻ പരിഭാഷകളും അതേപോലെ തന്നെ അവരുടെ പ്രഭാഷണങ്ങളുമൊക്കെയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ മതയുക്തിവാദികളുടെ അപകടകരമായ വാദങ്ങൾ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടക്കാനും അങ്ങനെ ഇസ്ലാമിനെ തന്നെ നിരാകരിക്കാനും നിഷേധിക്കാനും വേദിയൊരുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ സത്യവിശ്വാസം എന്ന ആ ഈമാൻ അത് അടിയുറച്ച് നമുക്ക് ലഭിക്കണം. അതിലായി തന്നെ നമുക്ക് മരിക്കാനും സാധിക്കണം. അതിന് ഏറ്റവും വേണ്ട സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഈ ശുഷ്കിച്ച യുക്തിയും ബുദ്ധിയും മാറ്റിവെച്ച് നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുക എന്നതാണ്. ഇവിടെ പലരും ഇന്ന് പല വാദഗതികളും ഉന്നയിക്കുന്ന കൂട്ടത്തിൽ ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കേൾക്കുന്നതിന്റെ ഒപ്പം നമ്മൾ കൂടിയാൽ ഇവിടെയും ചോദിക്കും, എന്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഒരു കുപ്പായം തന്റെ കയ്യിലുള്ളത് അത് മതി, കണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ട് ആ കുപ്പായം മേടിച്ചാൽ പോരെ എല്ലാ രോഗികൾക്കും? അങ്ങനെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ചോദ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് ഇങ്ങനെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ആർക്കെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ച് നടന്നിട്ട് അവിടെ പ്രകടിപ്പിക്കുന്ന ഒരു സംഗതി അല്ല മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, അമാനുഷിക സിദ്ധി എന്ന് പറയുന്നത്. അതെവിടെ പ്രകടിപ്പിക്കണം എന്നതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി അനുസരിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ ചെയ്യുന്നതാണ്. അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ അല്ലാഹു തആല അവർക്ക് തോന്നിപ്പിക്കും, അവരത് പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിച്ചതാണ് ഇവിടെ. അപ്പൊ പ്രകടിപ്പിച്ചു എന്നത് ചരിത്രം വന്നാൽ അത് മനസ്സിലാക്കുക എന്നല്ലാതെ എന്നാ എന്തേ അവിടെ കാണാഞ്ഞത്, എന്നാൽ എന്തേ ഇവിടെ കാണാഞ്ഞത് എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം എന്താ, ഇവിടെ പ്രകടിപ്പിച്ചതിനും അപ്പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുന്നതിനും എന്തെങ്കിലും ഒരു ഹിക്മത്ത് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടിട്ടുണ്ടാകും. അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പ്രകടിപ്പിച്ചു എന്നത് സത്യമല്ലേ, ആ പ്രകടിപ്പിച്ചതിനെ പറ്റി വർത്താനം പറയും. പ്രകടിപ്പിക്കാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അതവിടെ വേറെ കിടക്കട്ടെ, അത് അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാകും എന്ന് മനസ്സിലാക്കലാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ മാലകൾ വിമർശിക്കാനും മൗലിദുകൾ വിമർശിക്കാനും ഒക്കെ നമ്മുടെ കൂട്ടത്തിലെ ചില സഹോദരങ്ങൾ സമയം കളയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ സമയം ഫലപ്രദമായ എന്തെങ്കിലും ഉപയോഗിക്കാൻ അവർക്കും സാധിക്കുമെന്ന് തിരിച്ചറിയണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ആലോചിക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ ഒരു കേരളത്തിൽ നിന്ന് പോയ ഒരു ചങ്ങാതി അവിടെ മുത്തബ്ബാന്നും പറഞ്ഞ് ആ ചോദം തലയിക്കെട്ടും ഇട്ടിട്ട് അയാളിങ്ങനെ കുറെ ഏലസുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇതൊക്കെ ഹജ്ജിന് വന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പരിശോധിച്ച് പിടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കാണിച്ചിട്ട് അയാൾ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അല്ലഖ തമീമത്തൻ ഫഖദ അശറക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഏലസും കെട്ടിയിട്ട് ഹജ്ജിന് വന്നാൽ അവരെ ഹജ്ജ് ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയില്ലാത്ത സംസാരം. എന്നിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ശ്രമങ്ങളും ഈ സാധുക്കളി കഥ പറഞ്ഞ ആൾക്കാർ നടത്തി. ഞാൻ അവരോട് ചോദിക്കാണ്, ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ ശിർക്കായ ഒരു സംഗതി, അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിലും ശിർക്ക് തന്നെ ആയിരിക്കും. ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിൽ തൗഹീദായ ഒരു കാര്യം അത് റസൂലുള്ളാഹിന്റെ ദീനിലും തൗഹീദാണത് ഉറപ്പാന്ന് പറഞ്ഞാൽ ഈ ശിർക്ക് തൗഹീദ് തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ അമ്പിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കൾക്കിടയിൽ ദീനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അല്ലെങ്കിൽ അക്കാലത്തില്ലാത്ത നിയമങ്ങൾ പിൽക്കാലത്തുള്ള നിയമങ്ങൾ അക്കാലത്തില്ലാതിരുന്നതും ഒക്കെ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളിലാണ്. ശിർക്ക് തൗഹീദ് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ കാലത്തുള്ള നബിമാരുടെയും വാദം ഒന്ന് തന്നെയാണ്. കാരണം എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് വിശ്വസിച്ചവരാണ്. ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരാണ്. ആ ആരാധിക്കപ്പെടാൻ അള്ളാഹു മാത്രം എന്ന വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റിലാണല്ലോ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുക എന്ന ശിർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നബിന്റെ തൗഹീദിൽ ഒരു നബിക്ക് തൗഹീദായത് മറ്റൊരു നബിക്ക് ശിർക്കാവൂല. എങ്കിൽ ഇവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചെയ്യുന്ന സംഗതി മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുന്നത് അള്ളയാണെന്ന് അറിയാം. പക്ഷേ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ഒരു കാരണവുമായി ആര് ബന്ധപ്പെട്ടതാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പറയണം, വലാക്കിൻ
പക്ഷേ ഖമീസു ഇബ്രാഹിം, ഈ കുപ്പായം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കൊടുത്തയച്ച കുപ്പായം, യൂസുഫ് നബി അലൈഹി ഇസ്ലാം കൊടുത്തയച്ച കുപ്പായം അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായമായിരുന്നു. അല്ലദീ അൽബസഹുല്ലാഹു ഫിന്നാർ, അല്ലാഹു തആല തീയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നപ്പോൾ ധരിപ്പിച്ച കുപ്പായമാണത്. മിൻ ഹരീരിൽ ജന്ന, സ്വർഗത്തിലെ പട്ടുകൊണ്ടുണ്ടാക്കിയ കുപ്പായമാണത്. എന്നിട്ട് വക്കാന കസാഹു ഇസ്ഹാഖ, ആ കുപ്പായം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് ആർക്ക് ധരിപ്പിച്ചു? ഇസ്ഹാഖ് നബിക്ക് ധരിപ്പിച്ചു. വക്കാന ഇസ്ഹാഖു കസാഹു യാക്കൂബ, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ധരിപ്പിച്ചു. വക്കാന യാക്കൂബു, യാക്കൂബ് നബി ആയിരുന്നു അദറജ ദാലിക്കൽ ഖമീസ ഫീ ഖസബത്തിൻ മിൻ ഫിദ്ദ, ഒരു വെള്ളിയുടെ പ്രത്യേക കൂട്ടിൽ ആ കുപ്പായം ആക്കി ചുരുട്ടി കൂട്ടിയിട്ട് ആ കുപ്പായം എന്ത് ചെയ്തു? അതിന്റെ ഉള്ളിലേക്ക് അല്പാൽപമായി പ്രവേശിപ്പിച്ച് ആ കൂട്ടിലേക്ക് കടത്തി. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പെരടിയിൽ ബന്ധിപ്പിച്ചു, പെരടിയിൽ കെട്ടിക്കൊടുത്തു. ഐക്കല്ല് കെട്ടിയ മാതിരി തന്നെ കെട്ടിക്കൊടുത്തു. എന്തായിട്ട് തന്നെ കെട്ടിക്കൊടുത്തത്? ഐക്കല്ലായിട്ട് തന്നെ കെട്ടിക്കൊടുത്തത്. എന്താ? ലിമാ കാന യഖാഫു അലൈഹി മിനൽ ഐനി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങേയറ്റത്തെ സൗന്ദര്യം കാരണം തനിക്ക് കണ്ണേർ വരുമെന്ന് ഭയപ്പെട്ടതിനാൽ ആ കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആ കുപ്പായം അതിന് പറ്റിയതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കെട്ടിക്കൊടുത്തു. എന്നിട്ടോ അഖ്ബറഹു ജിബ്രീലു, ആ കുപ്പായത്തെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വിവരം കൊടുത്തു. ബിഅന്നർസിൽ ഖമീസക, ആ കുപ്പായം ഉപ്പാക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കൊടുത്തേക്കണമെന്ന്. ഫഇന്ന ഫീഹി റീഹൽ ജന്ന, കാരണം അതിൽ സ്വർഗത്തിന്റെ മണമുണ്ട് ആ കുപ്പായത്തിൽ. വഇന്ന റീഹൽ ജന്നത്തി, സ്വർഗത്തിന്റെ മണം. ലാ യഖഉ അലാ സഖീമിൻ വലാ മുബ്തല, രോഗികൾക്കോ പരീക്ഷണത്തിൽപ്പെട്ടവർക്കോ അതിന്റെ മണമേൽക്കുകയില്ല. ഇല്ലാഹു ഫീ, അവർക്ക് സുഖം ലഭിച്ചിട്ടല്ലാതെ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കുപ്പായം കൊടുത്തേക്കാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാം നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ കുപ്പായം കൊടുത്തേക്കുന്നത്. കുപ്പായം കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മൂത്ത സഹോദരൻ യഹൂദ എന്ന് പറയുന്ന ആള് പറഞ്ഞു, ആ കുപ്പായം ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം ഉപ്പാക്ക്. കാരണം എന്താണെന്നറിയോ? അനല്ലദീ ഹമൽതു ഇലൈഹി ഖമീസക ബിദമിൻ കദിബിൻ ഫഅഹ്സൻതുഹു, ഞാനാണ് പണ്ട് ആ നിങ്ങളുടെ കുപ്പായം കള്ളരക്തം ചേർത്തുകൊണ്ട് ആ ഉപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപ്പ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു ഉപ്പാനെ വേദനിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ വാനല്ലദീ അഹ്മിലുഹുൽ ആനാ ലിയുസിറഹു, യൂസുഫെ എന്റെ ഉപ്പാനെ സന്തോഷിപ്പിക്കാൻ ഈ കുപ്പായം ഇപ്പോൾ കൊണ്ടുപോകുന്നതും ഞാൻ തന്നെയാവണം. അഥവാ അന്നു ഞാൻ ഉണ്ടാക്കിയ അപരാധത്തിന് ഒരു മറുമരുന്നെന്നോണം, അല്ലെങ്കിൽ അതൊരു പ്രായശ്ചിത്തമെന്നോണം എന്നെന്റെ ഉപ്പാനെ മനസ്സ് നിറയെ സന്തോഷിക്കാൻ, വേദിയൊരുക്കാൻ ഈ കുപ്പായം ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. വലിയ യഊദയിലേഹി ബസറുഹു എന്ന് മാത്രമല്ല, ഉപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുമല്ലോ. നേരത്തെ ഉപ്പാന്റെ കാഴ്ചക്ക് മങ്ങലേൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ദുഃഖം കൊണ്ടുള്ള കരച്ചിലല്ലേ. അതുകൊണ്ട് തന്നെ ആ കരച്ചിലിന് അറുതി വരികയും തിരിച്ച് സന്തോഷത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാൻ ആ കുപ്പായം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഫഹമലഹു, അങ്ങനെ ആ കുപ്പായം യഹൂദ എന്ന് പറയുന്ന സഹോദരൻ എടുത്തു. അദ്ദേഹം ആ കുപ്പായവുമായി ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെട്ടു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വല്ല ഗുണവും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാവുന്ന സംഗതിയാണ് എന്ന് വാദിച്ച് നമ്മുടെ നാട്ടിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കിന്റെ ചാപ്പകുത്തുകയും ചെയ്ത് ഇപ്പോഴും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ബിദഅകളായിട്ടുള്ള മതയുക്തിവാദികൾ, ആ മതയുക്തിവാദികളുടെ വാദങ്ങൾ 100% തെറ്റാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. കാരണം എന്താ? ഒരു കുപ്പായം മുഖത്തിട്ടാൽ കാഴ്ച തിരിച്ചു കിട്ടുക എന്നത് ഭൗതിക സംവിധാനമല്ല. എല്ലാ കുപ്പായത്തിനും അவ்விധത്തിലുള്ള പവറുമില്ല. അപ്പൊ ഇവിടെ ഈ കുപ്പായത്തിന്റെ പവർ അത് ഒന്നുകിൽ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്നു എന്ന പവറാണ്, അല്ലെങ്കിൽ എന്തായാലും അമ്പിയാക്കൾ ധരിച്ചു എന്ന പവറാണ്. അപ്പൊ അമ്പിയാക്കൾ ധരിച്ചു എന്ന ബറക്കത്തിന്റെ സാധനത്തിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാമെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ കുപ്പായം കൊടുത്തയക്കുന്നു. ആ കുപ്പായം തന്റെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകർ അതിന് വഴങ്ങിക്കൊടുക്കുന്നു. അത് തെറ്റായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസം പാടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതിന് വഴങ്ങിക്കൊടുക്കുകയില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യ വിശ്വാസം അതാണ് ശരിയെന്ന് ഇവിടെ ബോധ്യപ്പെട്ടു. അല്ലാഹു തആല നമുക്ക് ആ ഹിദായത്ത് നിലനിർത്തി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എന്നിട്ട് ആ കുപ്പായമായിട്ട് ആള് പോവുകയാണ്. അങ്ങനെ കുപ്പായവുമായിട്ട് ആള് പോയി മുഖത്തിട്ടാൽ ഉണ്ടോ ഇദ്ഹബു ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായവുമായി നിങ്ങൾ പോകണം, ഫൽഖൂഹു അലാ വജ്ഹി അബി, എന്നിട്ട് അതെന്റെ ഉപ്പാന്റെ മുഖത്തിടണം, യഅതി ബസീറ, എന്നാൽ ഉപ്പ കാഴ്ചയുള്ള ആളായിട്ട് തിരിച്ചു വരും. അങ്ങനെ ഉപ്പാന്റെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി സന്തോഷത്തിലായാൽ വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരികയും വേണം എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് നിർദ്ദേശിച്ചു. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരണം. ആ എല്ലാവരും കൂടെ വരണമെന്ന് പറയുമ്പോൾ അന്നത്തെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളും മക്കളൊക്കെ ആയിട്ടുള്ള ആ പരമ്പരയിലുള്ളത് ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മസ്റൂഖ് എന്നവർ വിശദീകരിച്ച അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഫക്കാനു സലാസത്തമ്പത്തി 93 ആളുകളുണ്ടായിരുന്നു. അവര് വെറും 93 സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ കൂടെ 93 ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഈ പാരമ്പര്യമുള്ള ആളുകൾ അഥവാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാടുവിടുമ്പോൾ, ഈജിപ്തിൽ നിന്ന് നാടുവിടുമ്പോൾ അവർ വർദ്ധിച്ച് 6 ലക്ഷം ആളുകൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ നല്ല ആരോഗ്യമുള്ള അതേപോലെ തന്നെ ശക്തന്മാരായ 6 ലക്ഷം ആളുകൾ, ബലഹീനരും ദുർബലരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഈജിപ്തിൽ അന്ന് വേറെയും നിൽക്കുന്നുണ്ട്. മൊത്തം 12 ലക്ഷം ആളുകൾ ആ അംഗസംഖ്യ വർദ്ധിച്ചിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ശരി, അന്ന് 93 ആളുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ഈജിപ്തിലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്നു. കാര്യങ്ങളെല്ലാം ശുഭകരമായി അവസാനിക്കുകയാണ്. യഹൂദ എന്ന് പറയുന്ന മൂത്ത സഹോദരൻ കുപ്പായവുമായി പുറപ്പെട്ടിരിക്കുന്നു. ആ കുപ്പായവുമായി അദ്ദേഹം കനാനിലെത്തും. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്തിടും. കാഴ്ച തിരിച്ചു കിട്ടുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.